മഴ പിടിച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു സ്ഥിരം കാഴ്ച കണ്ടത് ഇവർ എഴുതിപ്പിക്കാൻ ഭയങ്കര പാടാണ് പിള്ളേരെ. അപ്പോൾ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ ഇവർ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. 8:45 നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയത്. സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് കാണണേ. നമുക്ക് ഒരു കൂത്തളത്തിന് ഓട്ടം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി കണ്ട ഒരു വീടാണ് കേട്ടത്. ഈന്തപ്പനയും പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഒരു സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. സ്ഥലമൊക്കെ പരിസരമൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് വീട്ടിൽ പോയി ഊണൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും സ്റ്റാൻഡിലേക്ക് പോകണേ. സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും സെൻറ്റ് ജോർജ് സ്കൂളിലേക്ക് ഒരു ഓട്ടം കിട്ടി. അതായത് ഈ ഇടതുവശത്ത് കാണുന്ന അവിടുത്തെ ഗ്രൗണ്ടാണ് കേട്ടോ. ഒത്തിരി സ്പോർട്സ് താരങ്ങളെയൊക്കെ സംഭാവന ചെയ്ത സ്കൂളാണ് കേട്ടോ. അത് ഇപ്പോൾ പഴയ പ്രൗഢിയൊന്നും ഇല്ലെങ്കിലും മുമ്പ് നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാൻഡിലെത്തിയേക്കാണ്. കാര്യമായിട്ട് ഓട്ടങ്ങളൊന്നുമില്ല. ഉച്ച കഴിഞ്ഞെത്തി നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഈ ഓടയിൽ നിന്ന് ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ NH-ൻ്റെ ആൾക്കാർ JCBക്ക് വന്ന് ഈ സ്ലാബ് പൊക്കി നോക്കിയിട്ട് എവിടെ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത്, ഈ ബ്ലോക്കായി കിടക്കുന്ന ഇവിടെ നോക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ഇവർ 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത് ഇതുവരെ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്താ സംഭവം. ടോയ്ലറ്റ് മാലിന്യം തന്നെയാണ് കിടക്കുന്നുണ്ടോ, മൊത്തം കട്ട പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ബ്ലോക്കായിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ പരിസരത്തും സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നിറച്ച് വെള്ളം മുങ്ങി ആകെ വൃത്തിയോടെ കിടക്കുകയും ഈ പോകുന്ന കൊണ്ടിലാണെങ്കിൽ എല്ലാം ഈ വെള്ളം തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന പിള്ളേരുടെ കാലിലൊക്കെ ആയിട്ട് എന്തെങ്കിലും മുറിവിലൊക്കെ പറ്റി അകത്തേക്ക് പോയി ഈ രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അധികാരികളോട് പറയാനുള്ള ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണണമെന്നാണ്. മഴ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഏരിയയിൽ നിന്ന് ഇരിക്കാൻ പറ്റത്തില്ല, ആ മാതിരി സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് അവരൊക്കെ പൊക്കി നോക്കിയിട്ട് പോയി. രാത്രിയായപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണം. വേറെ ഓട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചാനൽ കാണുന്നവർ, വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.